ഒരു ദിവസം തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബർ വർദ്ധിപ്പിക്കാൻ പറ്റിയാലോ? ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ സ്വന്തം ചാനലിൽ, അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ആവുന്നില്ല. അതായത് ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തിൽ തന്നെ കുറച്ചൊക്കെ സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാനുള്ള അടിപൊളി 2 ട്രിക്കുകളാണ്, അതായത് ഹിഡൻ ട്രിക്കുകളാണ്. മറ്റൊരു ചാനലിലും ഇതുവരെ പറയാത്ത ഒരു ഹിഡൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ട്രിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിന് നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് പുതിയ ചാനലിന് എന്ന് പ്രത്യേകം പറയാൻ കാരണം, പല ആൾക്കാരും ചോദിക്കുന്നതാണ്, വലിയ ചാനലുകളിലൊന്നും വലിയ വലിയ കീവേഡുകളില്ല, ടൈറ്റിലിൽ തന്നെ ഒരു പ്രത്യേകതകളില്ല, ഡിസ്ക്രിപ്ഷനിലും ഒരു പ്രത്യേകതകളില്ല, അതുപോലെ തന്നെ ടാഗും കൊടുത്തിട്ടില്ല. എന്നിട്ടും ആ ചാനലിന് ഒരുവിധ എസ്ഇഒയും ഇല്ലാതെ തന്നെ കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ടൈറ്റിലിലെ കീവേഡും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ടാഗിലും ഒക്കെ ടാഗ്സ് കൊടുക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. ഈ സംശയത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാനൽ റീച്ച് ആയതിനു ശേഷം നമുക്ക് ബ്രൗസ് ഫീച്ചറിലൂടെ തന്നെ ഒരുപാട് വ്യൂസ് വരും. പിന്നെ ആ വീഡിയോയിൽ ഓഡിയൻസ് റീറ്റൻഷൻ ഉണ്ടെങ്കിൽ തന്നെ യൂട്യൂബ് ഒരുപാട് റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ചാനൽ നെയിമിൽ തന്നെ ഒരുപാട് വ്യൂസ്, അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻ വ്യൂസ് വരും. അതുപോലെ തന്നെ ബ്രൗസ് ഫീച്ചറിലൂടെ വ്യൂസ് വരും. അതായത് ഒരു ബിഗ് ചാനലാണെങ്കിൽ ആ ബിഗ് ചാനലിന് വ്യൂസ് വരാൻ വേണ്ടി ടൈറ്റിലിനോ അല്ലെങ്കിൽ എസ്ഇഒ ടെക്നിക്സിനൊക്കെ പ്രാധാന്യം ഇല്ല എന്നല്ല, പ്രാധാന്യമുണ്ട്, എന്നാൽ വലിയ പ്രാധാന്യങ്ങളില്ല. ചാനൽ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസ് ഫീച്ചറിലൂടെ തന്നെ ഒരുപാട് വ്യൂസ് ലഭിക്കും. എന്നാൽ ഒരു റീച്ച് ആവാത്ത ചാനലാണ്, ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിന് റീച്ച് ആവാൻ വേണ്ടി നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ആവാനും അതുപോലെ വ്യൂസ് ഇൻക്രീസ് ആവാനും വേണ്ടി നമ്മൾ കറക്റ്റായിട്ടുള്ള എസ്ഇഒ ടെക്നിക്സുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള അടിപൊളി ഹിഡൻ ആയിട്ടുള്ള 2 ട്രിക്കാണ് പറയുന്നത്. ഈ 2 ട്രിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ആദ്യത്തെ ട്രിക്ക് പറയാം. ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഷ്ടാഗിലാണ്. അതായത് നിങ്ങൾ ഏതൊരു യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുമ്പോഴും ഹാഷ്ടാഗ് കൊടുക്കണം. അതായത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലിലോ ഹാഷ്ടാഗ് കൊടുക്കണമെന്ന് പറയും. പക്ഷേ ഹാഷ്ടാഗ് എങ്ങനെ കണ്ടുപിടിക്കും, അത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യവും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫോൺ റെക്കോർഡിലൂടെ എങ്ങനെയാണ് ഒരു ഹാഷ്ടാഗ് നിങ്ങളുടെ അടുത്ത ടോപ്പിക്കിലുള്ള വീഡിയോയ്ക്ക് ഹാഷ്ടാഗ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി എൻ്റെ ഈ ടോപ്പിക്ക് തന്നെയാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ എന്നുള്ള ഈ ടോപ്പിക്കിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹാഷ് ഇട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബർ എന്നുള്ളതോ അല്ലെങ്കിൽ ഇൻക്രീസ് സബ്സ്ക്രൈബർ എന്നുള്ളതോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് കാണിക്കും. അതിൻ്റെ ടോപ്പിലായിട്ട് ഹാഷ് ഇട്ടിട്ട് ഹാഷ്ടാഗ് കൊടുത്തിട്ട് ഇൻക്രീസ് സബ്സ്ക്രൈബർ എന്ന് കാണിക്കും. ഈ ഹാഷ്ടാഗിൽ തന്നെ 47,000 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ ഇപ്പോൾ 47,000 വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ 10K ചാനലുകൾ ഈ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അടിയിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോയും ഈ ഹാഷ്ടാഗിൽ 7-മോ 8-മോ റാങ്ക് ചെയ്യുന്നുണ്ട്. 2 വീഡിയോസ് റാങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഹാഷ്ടാഗിൽ തന്നെ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊരു ചെറിയ ചാനലിനും ഹാഷ്ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹാഷ്ടാഗിൽ റാങ്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ ഈ ഹാഷ്ടാഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബ് ടിപ്സിൻ്റെ തന്നെ പല വീഡിയോസ് കാണാൻ സാധിക്കും. വെറും 120 വ്യൂസ് വന്നിട്ടുള്ളതും 600 വ്യൂസ് വന്നിട്ടുള്ളതും 2000 വ്യൂസ് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നിട്ടുള്ള വീഡിയോകളും ഹാഷ്ടാഗിൽ തന്നെ റാങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് പല വീഡിയോകളിലും ടാഗ് കൊടുക്കണം എന്ന് പറയാം. ടാഗ് കൊടുക്കുമ്പോൾ ആ ടാഗിൽ റാങ്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ബിഗ് ചാനലുകൾ തന്നെ ആ ടാഗിൽ ഫസ്റ്റ് റാങ്കിങ്ങിലും സെക്കൻഡ് റാങ്കിങ്ങിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഷ്ടാഗിൽ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ ഹാഷ്ടാഗ് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഹാഷ്ടാഗുകൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങളുടെ കാറ്റഗറിയിൽ തന്നെയുള്ള ആ ടോപ്പിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങളുടെ വീഡിയോ എത്തുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ജെന്യുവനായിട്ടുള്ള സബ്സ്ക്രൈബറെ ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് 2ാമത്തെ ട്രിക്ക് പറയാം. ഏതൊരു പുതിയ യൂട്യൂബ് ചാനലും അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് നമ്മുടെ ലാംഗ്വേജിലുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറിയിലുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഇതിനുവേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് ആക്കുമ്പോൾ ഇതുപോലെയാവും. അതിനുശേഷം സെറ്റിങ്സിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് സെറ്റിങ്സ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ സീമോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കും. ഇതിൽ നിങ്ങൾ ലാംഗ്വേജ് എന്ന് കാണാം. വീഡിയോ ലാംഗ്വേജ് എന്നുള്ളിടത്ത് നിങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾ എന്തായാലും മലയാളം എന്ന് കൊടുക്കണം.
ഇങ്ങനെ മലയാളം എന്ന് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ലാംഗ്വേജിലുള്ള വീഡിയോസിൻ്റെ അടുത്തേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനാണ് കാറ്റഗറി. ഈ കാറ്റഗറി, നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് അറിയാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം, ഒരു ടെക്നിക്ക് ഉണ്ട്. അതിനുവേണ്ടിയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിക്ക് ചേഞ്ച് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് വരിക എന്ന് അറിയണമെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ചെയ്യുന്നത്, നിങ്ങളുടെ വീഡിയോയുടെ കാറ്റഗറി ഏതാണോ അത് മനസ്സിലാക്കി കറക്റ്റ് കാറ്റഗറി കൊടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമാണ് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബർ ലഭിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബർ വർദ്ധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.